നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ അതിമാരകമായ ആക്രമണം ഇപ്പോൾ ഇറാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക ഒന്ന് പിന്നോട്ടേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴുണ്ടാകുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു സൂചന പുറത്തേക്ക് വന്നിരിക്കുന്നത്, ഇസ്രയേൽ അറിയാതെ ഇറാനുമായിട്ടൊരു ചർച്ചയ്ക്ക് ട്രംപ് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. പക്ഷെ അതിന് സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന യുദ്ധത്തിൽ നിന്ന് തൽക്കാലം ഒരു ചുവട് പിന്നിലേക്ക് വെച്ചിരിക്കുന്ന ട്രംപിന്റെ ഈ ഒരു നീക്കം കാണുമ്പോൾ ചില അപകടങ്ങൾ മണക്കുന്നുണ്ട്. മറ്റൊരു വശത്തോടെ നോക്കുകയാണെങ്കിൽ ഇറാൻ അതിമാരകമായ ആക്രമണങ്ങൾ ഗൾഫ് മേഖലകളിലേക്ക് നടത്തുന്നു. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശം കൂടിയുണ്ട്. അതായത് ഹോർമുസ് അത് കപ്പം പിരിക്കുന്നതിനുള്ള ഒരു ഇടമാക്കി ഇപ്പോൾ ഇറാൻ മാറ്റുന്നു. നമുക്കറിയാം, സാമ്പത്തികമായും ആയുധപരമായും സൈനികപരമായിട്ടുമൊക്കെ ഇറാൻ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിമാരകമായ ആക്രമണം ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഹോർമുസിൽ നിന്ന് ഞങ്ങളുടെ ശത്രുക്കളുടെ കപ്പലുകൾ ഞങ്ങൾ കടത്തിവിടില്ല, പക്ഷേ മിത്രങ്ങളുടെ കപ്പലുകൾക്ക് പോകാം. പക്ഷേ മിത്രങ്ങളുടെ കപ്പലുകൾക്ക് പോകാമെന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പോകാൻ സാധിക്കില്ല. അവിടെ പണപ്പിരിവ് ഇറാൻ നടത്തുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ നിസ്സാര പൈസയൊന്നും അല്ല ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. $ബില്യൺ ഒക്കെയാണ് ഈ ഒരു കപ്പൽ ചാല് മുറിച്ച് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. ഇത് ഒരു ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി ഈ പണം ഇറാൻ ചെലവഴിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ചില നീക്കങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അമേരിക്ക ഇടപെട്ടിരിക്കുകയാണ്. അമേരിക്ക കരയുദ്ധത്തിന് നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. മുൻപ് നമ്മൾ കേട്ടിരുന്നു അമേരിക്ക കരയുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ കരയുദ്ധമായി കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല ഇറാനെ നേരിടുക എന്നുള്ളത്. ഇറാനും ആഗ്രഹിക്കുന്നത് കരയുദ്ധമാണ്. കാരണം നിങ്ങൾ കയറി വരൂ എന്നുള്ളതാണ് ഇറാന്റെയും ഒരു കണക്ക് കൂട്ടൽ. ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെയും കാരണം അത് തന്നെയാണ്. ഇപ്പോൾ പിന്നീട് അമേരിക്ക പറഞ്ഞിരുന്നു, ഞങ്ങൾ കരയുദ്ധത്തിലേക്ക് കടക്കുന്നില്ല, വ്യോമാക്രമണം. കാരണം വ്യോമാക്രമണം കൊണ്ടേ ഇറാനെ പിടിച്ചു കെട്ടാൻ കഴിയുകയുള്ളൂ. പക്ഷെ അതിൽ നിന്ന് മാറി ഈ ഹോർമുസിൽ ഒരു കപ്പം പിരിക്കുന്ന നീക്കത്തിലേക്ക് കൂടി ഇറാൻ കടക്കുന്നതോടുകൂടി അമേരിക്ക ഇപ്പോൾ ഈ കരയുദ്ധത്തിന് നിർബന്ധിതമായിരിക്കുകയാണ്. $2 മില്യൺ വാങ്ങുന്നത്, അതായത് ഏകദേശം 18.8 കോടി രൂപയാണ് ഒരു കപ്പൽ പോകുന്നതിന് വാങ്ങുന്നത്. പറയുന്നുണ്ട് ശത്രുക്കളുടെ കപ്പൽ മാറ്റില്ല, ബാക്കി ഇന്ത്യ ഉൾപ്പെടെയുള്ള മിത്രങ്ങളുടെ കപ്പലുകൾ മാറ്റുമെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഉൾപ്പെടെ അവിടെ കപ്പം കൊടുക്കേണ്ടി വരും. പക്ഷേ ആ ഒരു നീക്കത്തിലേക്കൊക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ട് വരും. വില ഒരുപാട് വർദ്ധിക്കും. വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സാമ്പത്തികമായി നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ യുദ്ധം മാറിയിരിക്കുകയാണ്. അതായത് ഇറാൻ പറഞ്ഞിരുന്നുവല്ലോ. കാരണം നമ്മൾ പാരിസ്ഥിതികമായി നോക്കുകയാണെങ്കിൽ ഇറാന് വളരെ മുൻതൂക്കം അവിടെ ഉണ്ടാകും. ഈ പറയുന്ന അമേരിക്കയും ഇസ്രയേലും ഒക്കെ അതിമാരകമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഊർജ പ്ലാന്റുകളൊക്കെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇറാൻ തകർന്ന് തരിപ്പണമാകും. ഇപ്പോൾ പോലും കണക്കുകൾ അനുസരിച്ച്, അതായത് യുദ്ധ വിദഗ്ധർ വ്യക്തമാക്കുന്നത്, ഈ യുദ്ധം കൊണ്ട് ഇനി ഒരു 10 വർഷത്തേക്ക് ഇറാന് തലപൊക്കാൻ കഴിയില്ല. സൈനികമായും സാമ്പത്തികപരമായും ആയുധപരമായും തകർച്ച നേരിടും ഇറാൻ. പക്ഷേ ഉള്ളത് വെച്ച് അടിച്ചു തീർക്കാം എന്നുള്ളൊരു നിലയിലേക്ക് ഇറാൻ ഡു ഓർ ഡൈ എന്ന രീതിയിലേക്ക് ഇറാൻ ഇറങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കയെയും ഇസ്രയേലിനെയും വലയ്ക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട്, നമ്മൾ ഇറാന്റെ പക്ഷം നിന്ന് സംസാരിക്കുകയാണ് എന്ന് പറയുന്ന ചില ആൾക്കാർ ഈ കമന്റ് സെക്ഷനിൽ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ യുദ്ധത്തിന്റെ ഒരു ഗതി മനസ്സിലാക്കണം. അത് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയി. ഈ യുദ്ധത്തിന്റെ ഒരു ചരട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയി. അമേരിക്കയ്ക്ക് ഒരു കണക്ക് കൂട്ടൽ ഉണ്ടായിരുന്നു, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, കൂടിപ്പോയാൽ 2 ആഴ്ച അതിനുള്ളിൽ ഇറാനെ പിടിച്ചു കെട്ടാം എന്നവർ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ ഇറാന്റെ ഒരു വളർച്ച ഇത്രത്തോളം ഉണ്ടായി എന്ന് അമേരിക്ക കരുതിയില്ല. മിസൈലുകളുടെ ശക്തി എന്നല്ല, നമ്മളിപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ ഒരിക്കലും ഇറാനെ പൊക്കി പറയുന്നതല്ല. പക്ഷേ ഈ യുദ്ധത്തോടു കൂടിയാണ് ലോകത്തിന് ഒരു കാര്യം വ്യക്തമായത്. ഇറാൻ ബഹുദൂരം മുന്നിലേക്ക് പോയി എന്നുള്ളത്. കാരണം ഇവരെ അടിക്കണമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുന്നേ വേണമായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം കൂടി, ഈ പറഞ്ഞ വാക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ അടിക്കണമായിരുന്നെങ്കിൽ മുന്നേ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും വേണം, അല്ലെങ്കിൽ ഇത്രയും അധികം മാരക മിസൈലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വരെ എത്താൻ ശേഷിയുള്ള മിസൈലുകൾ അവരുടെ കൈവശം ഉണ്ട് എന്നുള്ളതാണ്.
ഇതിനൊപ്പം തന്നെ ആണവ കേന്ദ്രങ്ങൾ അവർ വളരെയധികം എങ്ങനെയൊക്കെ നോക്കിയിട്ടാണെങ്കിൽ തന്നെയും അവരത് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആണവ പരീക്ഷണത്തിന്റെ ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരത് എത്തിക്കഴിഞ്ഞു, അവർ ആണവ ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ നിഗമനം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇറാന്റെ ഈ ആക്രമണ രീതിയിൽ നിന്ന് നമുക്കത് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത്, ഈ പറയുന്ന അതിശക്തമായ ആക്രമണങ്ങൾ ഒരു വഴിക്കൂടെ ഇറാന്റെ പല മേഖലകളിലാണ്. ഒരേ സമയം മിസൈൽ കേന്ദ്രങ്ങളിൽ അടിക്കുന്നു, ആയുധ കേന്ദ്രങ്ങളിൽ അടിക്കുന്നു, നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് നേരെ, ആണവ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് നേരെ തുടങ്ങി അതിശക്തമായ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രിസിഷൻ അറ്റാക്ക് ഒരു വഴിക്കൂടെ ഇസ്രയേലും അമേരിക്കയും നടത്തുമ്പോഴും മറ്റൊരു വഴിക്കൂടെ അതിമാരകമായ ആക്രമണം ഇറാൻ നടത്തുന്നു. നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അതായത് കഴിഞ്ഞ ഒരു ദിവസം ഇസ്രയേലിന്റെ ആണവ പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ആക്രമണം ഇറാന് നടത്താൻ കഴിഞ്ഞത് ഈ പറയുന്ന പോലെ വജ്രായുധം കൊണ്ടൊന്നും അല്ല. അവർ പുരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതിമാരക ആയുധം കൊണ്ടല്ല ഈ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇസ്രയേലിന്റെ അറാദ് ദിമോണ രണ്ട് പ്രധാന കേന്ദ്രങ്ങളാണ്. ടെല്ലവീവിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനമായ 2 കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഇതിൽ ദിമോണയിലാണെന്ന് തോന്നുന്നു ആണവ പ്ലാന്റുകൾ ഉള്ളത്. അറാദ് എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. ഈ 2 കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്തിയത് ഡ്രോണുകൾ, അതായത് വില കുറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ അയൺ ഡോം സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഈ പറയുന്ന വില കുറഞ്ഞ ഡ്രോണുകൾ അകത്ത് കയറി ആക്രമണം നടത്തി. അപ്പോൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ പുറത്തു പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേലിനെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത. ഇറാൻ ആരാണ് വിവരങ്ങൾ കൈമാറുന്നത്? അവിടെ അമേരിക്ക സംശയിക്കുന്നത് റഷ്യയാണ്. റഷ്യ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഒരു വഴിക്കൂടെ ഉണ്ട്. പക്ഷെ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല റഷ്യ ഉള്ളത്. അവർ അതിമാരകമായ ആക്രമണങ്ങൾ ഈ പറയുന്ന യുക്രൈനിലേക്ക് നടത്തിയത്. യുക്രൈനിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ ഈ പറയുന്ന റഷ്യക്ക് ഡ്രോണുകളും മിസൈലുകളും കൊടുത്ത് സഹായിച്ചത് ഇറാനാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇറാനെ തിരിച്ച് ആയുധം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല റഷ്യ ഉള്ളത്, അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇറാൻ ഉള്ളത്. പക്ഷേ രഹസ്യ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് ഇറാനെ സഹായിക്കുന്നുണ്ട് റഷ്യയും ചൈനയും എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഇസ്രയേലിലെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്ര കൃത്യമായി ഇറാൻ എങ്ങനെ കിട്ടി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു നിലയിലേക്കൊക്കെ ഇറാൻ അവരുടെ ആക്രമണ ശൈലി മാറ്റുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ട്രംപ് ഇസ്രയേലിൻ്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും കാല് വാരുമോ എന്നുള്ളൊരു സംശയം. കാരണം അമേരിക്കയുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് അവർക്ക് സമ്പത്താണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതിൽ കണ്ണു നട്ടിരിക്കുന്ന ഒരു ഭരണകൂടം, അതിനെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അമേരിക്ക കോൺസ്റ്റന്റ് ആയിട്ടും ഒരിടത്തും നിന്ന ഒരു ചരിത്രമില്ല. പിന്നെയും അവർ കോൺസ്റ്റന്റ് ആയിട്ട് എവിടെയെങ്കിലും നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രയേലിന് വേണ്ടിയാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ ജൂതബുദ്ധിയാണല്ലോ അമേരിക്കയുടെ നട്ടെല്ല്. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിന് അടിമപ്പെടേണ്ട ഒരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ട്. കാരണം ഈ പറയുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളൊക്കെ അമേരിക്കയുടെ സാമ്പത്തിക നട്ടെല്ലാണ്. ഈ ജൂതന്മാരുടെ സാമ്പത്തിക കേന്ദ്രങ്ങളും അവരുടെ സമ്പത്ത് അതുതന്നെയാണ് ഈ പറയുന്ന അമേരിക്കയുടെ ഒരു വലിയൊരു ശതമാനവും അതുതന്നെയാണ്. അപ്പോൾ ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അമേരിക്ക ഒരു നിലപാട് ഒരു കാലത്തും സ്വീകരിക്കില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ആട്ടപടലം പണിമേടിച്ചു എന്ന് വേണം ഇപ്പോൾ പറയാൻ. അതിമാരകമായ ഈ തുടക്കത്തിലൊക്കെ ഇറാൻ ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോഴൊക്കെ ആയിരുന്നു അമേരിക്ക അതിശക്തമായി ഇടപെട്ടത്. അപ്പോഴൊക്കെ ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊലവിളി നമ്മൾ കേട്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ പല നിലപാട് പറയുന്ന ട്രംപിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ഹോർമുസ് ഞങ്ങൾ പിടിച്ചെടുക്കും. അത് കഴിഞ്ഞ് ട്രംപിന്റെ ഒരു വെല്ലുവിളി കേട്ടത് ഹോർമുസിൽ മറ്റ് രാജ്യങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, 7 രാജ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഹോർമുസിലേക്ക് 7 രാജ്യങ്ങൾ ആയുധവുമായി എത്തി, അതായത് പിടിച്ചെടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കണം. അത് കഴിഞ്ഞ് ഈ 7 രാജ്യങ്ങൾ അനങ്ങാതിരുന്നപ്പോഴത്തേക്കുള്ള ട്രംപിന്റെ അടുത്ത നിലപാട് നമ്മൾ കേട്ടു. ഹോർമുസിൽ ഞങ്ങളുടെ കപ്പലൊന്നും കടന്നു പോകുന്നില്ല, മറ്റ് ചൈനയുടെയും റഷ്യയ്ക്കും ഒക്കെയാണ് ഹോർമുസ് കൊണ്ട് ആവശ്യം, അവരെന്തുവാന്ന് വെച്ചാൽ അവിടെ കാണിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു ട്രംപിനെ നമ്മൾ കണ്ടു. ഇത് തിരിച്ചടിക്കുന്ന ആരെയാണ്? ഗൾഫ് രാജ്യങ്ങളെയാണ്. അവരുടെ എണ്ണയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോർമുസ് അടച്ചിട്ടാലത്തെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എന്തെല്ലാം വസ്തുക്കളാണ് ഗൾഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയത് എല്ലാം നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്ക പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ കപ്പലുമായിട്ട് പോയിക്കൊള്ളൂ എന്ന് അമേരിക്ക ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും പക്ഷെ കടന്നു പോകാനുള്ള ഒരു ധൈര്യം ഈ രാജ്യങ്ങൾക്കില്ല. ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടാനുകോടികളുടെ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നയതന്ത്രപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു രീതി അല്ലാതെ കയറി അടിച്ച് ഇറാനെ അങ്ങ് വരുതിയിലാക്കി പിടിച്ചെടുത്ത് അവരെ അടിയറവ് പറയിക്കാം എന്നുള്ള ഒരു നില ഇനി സാധ്യമല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഈ ട്രംപ് എന്ന് പറയുന്ന ആൾ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലയുരാൻ പറ്റാതിരിക്കുകയാണ്. കാരണം യുദ്ധം തുടങ്ങിപ്പോയി, ഇനി എങ്ങനെ അത് അവസാനിപ്പിക്കണമെന്നറിയില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 ആഴ്ചയ്ക്ക് അപ്പുറം ഈ യുദ്ധം നിൽക്കില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ട്രംപ് ഇതിന് പുറപ്പെട്ടത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ട്രംപ് ഇതിന് പുറപ്പെടുമ്പോൾ ഒരു ആതുര സേവനം ചെയ്യാമെന്നുള്ള വിചാരിച്ചിട്ടൊന്നുമല്ല ട്രംപ് പുറപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടുമല്ല. ഇസ്രയേൽ ആക്രമിക്കുന്നത് ശരിയാണ്. ആദ്യം ജനിച്ചപ്പോൾ മുതലേ ഇസ്രയേൽ യുദ്ധത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സമ്പത്ത് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത് ഈ 48 മണിക്കൂറിന്റെ കാര്യമാണ്. ഹോർമുസ് 48 മണിക്കൂറിനുള്ളിൽ മാറിപ്പോയില്ലെങ്കിൽ, ഹോർമുസ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകളെ ആക്രമിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ആ 48 മണിക്കൂർ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തീരുകയാണ്. ഇതിനൊപ്പം തന്നെ USS ട്രിപ്പോളി എന്ന മരണക്കപ്പൽ എന്ന് തന്നെ പറയാം. കാരണം 3 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുണ്ട് ആ കപ്പലിന്. അതിൽ മുഴുവനുള്ളത് യുദ്ധസാമഗ്രികളാണ്. അത് വെച്ചിട്ട് അത് ഇറാനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇറാനോടല്ല അത് അടുക്കുന്നത്, ഖാർഗ് ദ്വീപിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ കപ്പൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഖാർഗ് ദ്വീപിനെ ലക്ഷ്യം വെക്കുന്നത്? കാരണം US-ന്റെ അല്ലെങ്കിൽ ട്രംപിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ദ്വീപ് പിടിച്ചെടുക്കണം എന്നുള്ളതാണ്. കാരണം ടെഹ്റാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സാണ്. അവരുടെ എണ്ണ കയറ്റുമതിയുടെ 90% പോകുന്നത് ഈ ഖാർഗ് ദ്വീപിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ദ്വീപ് പിടിച്ചെടുക്കുക. അതുകൊണ്ട് 2 നേട്ടമുണ്ട്. ഒന്ന്, ഇറാന്റെ നട്ടലൊടിക്കാം. രണ്ടാമത്, ആ ദ്വീപ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എണ്ണ സംഭവങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് കിട്ടും. അമേരിക്കയുടെ ലക്ഷ്യം അത് മാത്രമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ചിന്തയെ കൂടിയാണ് ട്രംപ് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ ഇറാൻ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ദ്വീപ് പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വീപിന്റെ ഒരു 30 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമേ ഈ കപ്പലിന് നങ്കൂരമിടാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും വലിയ കപ്പലാണ്. അത് അവിടെ നിന്ന് ഹെലികോപ്റ്ററിലോ മറ്റോ വേണം ഈ ഖാർഗിലേക്ക് സൈനികരെ എത്തിക്കാൻ. ആ നേരം കൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് ഇറാൻ പറഞ്ഞിട്ട് തന്നെയുണ്ട്, അമേരിക്കൻ സൈനികരുടെ ജീവന് അവരുടെ ശ്മശാനമായി മാറും ഖാർഗ് ദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അതൊരു പർവ്വതങ്ങളൊക്കെ കിടക്കുന്ന മേഖലയാണ്. കാരണം അത് ഇവിടെ ഒളിച്ചിരുന്നുകൊണ്ട് ആക്രമണം, ഒളിപ്പോരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അറിയാം, ഇറാന് ഗറില്ല യുദ്ധം അറിയാം, അമേരിക്കയ്ക്ക് ഗറില്ല യുദ്ധം ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ സൈനികരെ അവിടെ മരണപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇറാൻ വെറുതെ ഇരിക്കില്ല. എന്ന് മാത്രമല്ല, ഇറാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ US-ന്റെയും ഒക്കെയുള്ള സഖ്യകക്ഷികളുടെ എല്ലാം പശ്ചിമേഷ്യയിലുള്ള ഒരു ഊർജ സ്രോതസ്സുകളും പിന്നീട് നിലനിൽക്കില്ല, എല്ലാം പിടിച്ച് കത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ അത് ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഗൾഫിലേക്കെല്ലാം അതുപോലുള്ള ആക്രമണം നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഗൾഫ് മേഖല ഭയപ്പെടുന്നത്, അതായത് നമ്മൾ ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിടുന്നതിന്റെ കാരണം സൗദിക്ക് നേരെ നടന്ന ആക്രമണമാണ്. പ്രധാനമായും അരാംകോയ്ക്ക് നേരെ നടന്ന ആക്രമണമാണ് നമ്മളെ ലോകത്തെ വലയ്ക്കുന്ന ഒരു പ്രതിസന്ധി, അതാണ്. എന്നാൽ ഇപ്പോൾ ഊർജ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണമായിട്ട് ഇസ്രയേലോ അമേരിക്കയോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് തന്നെയായിരിക്കും. ഗൾഫിലെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു യുദ്ധത്തിലേക്കായിരിക്കും ഇനി കടക്കാൻ പോകുന്നത്. കാരണം ശുദ്ധജല പ്ലാന്റുകൾ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളം കൂടി മുട്ടും, ഗൾഫിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഊർജ പ്ലാന്റിലേക്ക് ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്നിന് തീപിടിച്ചാൽ പശ്ചിമേഷ്യ മൊത്തം കത്തും എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ കത്തും. ഊർജ പ്രതിസന്ധി അതിന്റെ അങ്ങേ അറ്റത്തെത്തും. അപ്പൊ അതിന്റെ എല്ലാം ഉത്തരവാദിയായിട്ട് ട്രംപ് തന്നെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇപ്പൊ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്നൊന്ന് പിന്മാറിയാൽ കൊള്ളാമെന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ആദ്യം മുൻപ് പറഞ്ഞ പോലെ തന്നെ. അതായത് അത് എത്രമാത്രം സാധിക്കുമെന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന മറ്റൊരു കാര്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ച കാര്യം നടപ്പാക്കി കഴിഞ്ഞു. കാരണം
ഇറാൻ ഇനി ഈ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിമാരകമായി ഇറാൻ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഈ 10 വർഷത്തേക്ക് ഇറാന് തലപൊക്കാൻ കഴിയില്ല. ആ ഒരു സമയത്തിനുള്ളിൽ ഇസ്രയേലിന് അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയും. കാരണം പശ്ചിമേഷ്യയിൽ തങ്ങൾക്ക് ഇറാൻ ഒരു ഭീഷണിയാകാത്ത വിധത്തിലേക്ക് ഇറാനെ അടിച്ചൊതുക്കി ഏകദേശം ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന ഇസ്രയേൽ. പിന്നത്തെ ഒരു കാര്യം, അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ ഏറ്റവും പ്രധാനിയായിരുന്ന ആയത്തുള്ള അലി ഖമനേയെ കൊലപ്പെടുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭീഷണിയായി നിൽക്കുന്ന പലരെയും കൊലപ്പെടുത്തി കഴിഞ്ഞു. IRGCയുടെയും അതുപോലെ തന്നെ ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതരെ എല്ലാവരെയും കൊലപ്പെടുത്തി. അവസാനമായി നമ്മൾ കണ്ടു ഇവരുടെ ഇപ്പോഴത്തെ നട്ടല്ലായ, ഇവരുടെ ഇപ്പോഴത്തെ തലവൻ അലി ലാരിജാനിയെ വരെ കൊലപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിച്ചത് എന്താണോ അത് നടപ്പാക്കി കഴിഞ്ഞു. ഇനി ഉറപ്പ് വരുത്തേണ്ടത് ഇറാൻ ഒരു ആണവ രാഷ്ട്രമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആ ഒരു നീക്കവും കൂടി നടപ്പാക്കി കഴിഞ്ഞാൽ ഇസ്രയേലിന് ഒന്ന് ആശ്വസിക്കാം. ഇപ്പൊ പക്ഷേ ഇറാൻ ആക്രമിക്കുന്നത് ഇസ്രയേലിനെ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അമേരിക്കയെ തന്നെയാണ്. കാരണം ഗൾഫ് മേഖലയിൽ US-നുള്ള ഊർജ്ജം കുടിവെള്ള ശുദ്ധീകരണം പ്ലാന്റുകളെയാണ് ആക്രമിക്കുന്നത്. ഇതിനുശേഷം തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ബന്ധമുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പാർലമെന്റ് സ്പീക്കറാണ് അത് പറഞ്ഞത്. മുഹമ്മദ് ബഖേർ ഖാലിബഫ് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹമാണ് പറഞ്ഞത് ധനകാര്യ സ്ഥാപനങ്ങളെ കൂടി ആക്രമിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ US-ന്റെ സാമ്പത്തിക രംഗത്തേക്ക് നേരെയുള്ള കടന്ന് കയറ്റമായിട്ടാണ് മാറുക. US ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങളിൽ, ഗവൺമെന്റ് ബോണ്ടുകളിൽ നിക്ഷേപമുള്ള സ്ഥാപനങ്ങളെ എല്ലാം ആക്രമിക്കുമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല ഒന്നുകൂടി പറഞ്ഞു, ഈ ബോണ്ടുകൾ എന്ന് പറയുന്നത് ഇറാൻകാരുടെ ചോരയിൽ നനഞ്ഞതാണ് അമേരിക്കൻ ബോണ്ടുകൾ. ആരെല്ലാം ഏതെല്ലാം രാജ്യക്കാര് അത് വാങ്ങിയിട്ടുണ്ടോ അവരെല്ലാം ദുഃഖിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇറാൻ അവരുടെ ഒരു ശൈലി വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഞങ്ങൾക്ക് മുന്നും പിന്നും നോക്കാനില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് പറ്റാവുന്നതിൽ ഏറ്റവും വലിയ നാണക്കേടിന്റെ വക്കിലാണ്. കാരണം ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു, ചിതറിത്തെറിച്ചു പോയി അവരുടെ മത നേതാവ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നുമില്ല എന്നവർ പറഞ്ഞു. കാരണം മതമാണ് അവർക്ക് വലുത്. ആ മതഭരണകൂടത്തിന്റെ തലവനാണ് ആയത്തുള്ള അലി ഖമനേയി. ആ മനുഷ്യനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല. ആ ഒന്നും നോക്കാനില്ല എന്ന് അവർ പറയുന്നതിന്റെ ചുരുക്കമാണ് ഇപ്പോൾ ഗൾഫ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഒന്ന് വിറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് അവർ ഏതും ആക്രമിക്കും, എന്തും ആക്രമിക്കും, എവിടെയും കയറി അടിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇറാനെ, പക്ഷേ ഒരു സമാധാന ചർച്ചയ്ക്കൊന്നും ഇറാൻ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ മറ്റേതെങ്കിലും ഒരു വിധത്തിൽ ഒന്നെങ്കിൽ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചില ആൾക്കാർ പറയും പിന്നെ ഇറാനെ അങ്ങ് ഇപ്പൊ തൊട്ടാൽ അങ്ങ് പുളിക്കും. അത്ര നിസ്സാര രാഷ്ട്രമൊന്നുമല്ല അത്. നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടു കഴിഞ്ഞ പോലെ വെനസ്വേലയോ അല്ലെങ്കിൽ ക്യൂബയൊന്നും അല്ല ഈ ട്രംപ് പറഞ്ഞതുപോലെ കയറി അടിച്ച് ചെന്ന് കയറി അങ്ങ് പിടിച്ചെടുക്കാൻ. നമുക്കറിയാം ഈ പറയുന്ന ഗാസയിൽ പോലും കരയുദ്ധത്തിന് മേൽക്കൈ നേടാൻ ഇസ്രയേലിന് എത്ര ദിവസം വേണ്ടി വന്നു. അതും ഒന്ന് ഓർത്ത് നോക്കണം. ഒരു രാജ്യത്തെ അല്ല ആക്രമിച്ചത്, ഒരു പ്രദേശത്തെ ഒരു ഭീകര ഗ്രൂപ്പിനെയാണ്, സംഘടനയാണ്. അവരുടെ ടണലുകൾ പോലും, അതായത് അവരെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ച, സമ്പത്ത് ഒളിപ്പിച്ചു വെച്ച, അവരുടെ തലവന്മാർ ഒളിച്ചിരുന്ന ടണലുകൾ പോലും പൂർണ്ണമായും ഇതുവരെ തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. അത് ഇസ്രയേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടിപ്പുറത്ത് ഇറാൻ എന്നൊരു രാഷ്ട്രമാണ്. പക്ഷെ ഇവിടെ ഇറാന് ഒരു വലിയ അവരുടെ ഭാഗത്ത് ഒരു നേട്ടമെന്ന് പറയേണ്ട ഒരു കാര്യം, ഈ ഭൂമിശാസ്ത്രപരമായിട്ട് പലതും അവർക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു ആണവ രാഷ്ട്രം അല്ലെങ്കിൽ കൂടിയും ഇറാനെ യുദ്ധം കൊണ്ട് ജയിക്കാമെന്ന് പറഞ്ഞിറങ്ങിയാൽ ഇവര് കൈവയ്ക്കാൻ പോകുന്നത് ഈ പറയുന്ന ചെങ്കടലിൽ, അതുപോലെ തന്നെ ഹോർമുസിൽ, ബാബേൽ മന്ദേബിൽ, ഇവിടെയൊക്കെ കൈവച്ച് കഴിഞ്ഞാൽ ലോകം സ്തംഭിക്കും. ആ ഒരു അവസ്ഥയാണ്. അത് തന്നെയാണ് അവരുടെ തുറുപ്പ് ചീട്ടും. അമേരിക്കയൊക്കെ വെല്ലുവിളിക്കാൻ, അതായത് ഈ പറയുന്ന ഇറാൻ എന്നൊരു രാഷ്ട്രം ലോക പോലീസിനെയാണ് വെല്ലുവിളിക്കുന്നത്, നിസാരക്കാരെ അല്ല. അവർ വെല്ലുവിളിക്കുന്നത് ഈ പറയുന്ന ഹോർമുസിൽ കൈവച്ചുകൊണ്ടാണ്. ബാബേൽ മന്ദബിൽ, ഇപ്പോൾ ഹോർമുസിൽ കൈവച്ചപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ബാബേൽ മന്ദബിൽ കൈവച്ച് കഴിഞ്ഞാൽ ലോകം ഷെൽട്ടർ ഇട്ട് അടച്ചതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ വലിയ പ്രതിസന്ധി. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇസ്രയേലിന്റെ ഒരു പക്ഷക്കാര്, തൊട്ടിപ്പുറത്ത് ഇറാന്റെ ഒരു പക്ഷക്കാര്, തൊട്ടപ്പുറത്ത് അമേരിക്കയുടെ ഒരു പക്ഷക്കാർ കൂടി നിന്നുകൊണ്ട് അടിക്കട, കൊല്ലട, തിന്നട, ചാകട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള പോലും നിശ്ചലമായി. ആ അവസ്ഥയാണ്. അപ്പോൾ ഈ യുദ്ധം ഇനിയും മുൻപോട്ട് പോയാൽ എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ് പ്രതിസന്ധി. ഇപ്പം ഇറാൻ ഒരു കാര്യം കൂടി കാണിച്ചിട്ടുണ്ട്. അമേരിക്ക ഇപ്പൊ ഈ ഹോർമുസ് തുറക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ആളാവുന്നുണ്ട് ട്രംപ്. പക്ഷെ ഇറാൻ വളരെ സ്കൂളായിട്ടൊരു കാര്യം ചെയ്തു. ഭൂഗർഭ അറകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന മിസൈലുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്.
ഇത് ട്രംപിന് ഒരു ഭീഷണി തന്നെയായിട്ടാണ് കൊടുത്തുവിട്ടിരിക്കുന്നത്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIBയിൽ ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അല്ലാതെ വെറുതെ ആരെങ്കിലും പുറത്തുവിട്ടു അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. ഔദ്യോഗിക മാധ്യമത്തിൽ കൂടെ തന്നെയാണ് അവരിത് പുറത്തുവിട്ടിരിക്കുന്നത്. ഭൂഗർഭ താവളങ്ങളിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ വൻ ശേഖരം. സോഷ്യൽ മീഡിയ. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആയുധം കാണിച്ച് അമേരിക്കയെ വിരട്ടുകയാണെന്നല്ല നമ്മൾ ഈ പറയുന്നത്. അവരുടെ കയ്യിൽ തൊട്ടിപ്പുറത്ത് അതായത് അവർ എത്രത്തോളം ആയുധപരമായി ശക്തമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇസ്രയേലും പറഞ്ഞു മിസൈൽ ശക്തി തകർത്തു എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായും ശരിയല്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഇഷ്ടം പോലെ മിസൈലുകൾ ഉണ്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത് ആയുധശേഖരം എന്ന് ഇപ്പൊ പുറത്തുവിട്ട ആയുധശേഖരം എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്, ബാക്കി അങ്ങ് കിടക്കുവാണ് എന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇവരുടെ ഒരു കേമത്തം പറയുന്നതല്ല. മറ്റൊരു വഴി കൂടെ നോക്കുകയാണെങ്കിൽ ഈ ഹോർമുസിൽ പിടിമുറുക്കിക്കൊണ്ടാണ് ഇവർ ഈ കളിയെല്ലാം കളിക്കുന്നത്. അതായത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ തൊട്ടാൽ ഹോർമുസ് ഞങ്ങള് തീർക്കും എന്നുള്ളൊരു വെല്ലുവിളി. ഈ വെല്ലുവിളി വരുമ്പോഴത്തേക്ക് ലോകരാഷ്ട്രങ്ങൾ ഇടയും. ലോകരാഷ്ട്രങ്ങൾക്ക് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സൗദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ഞങ്ങൾക്ക് ആരെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ള സൗദിയുടെ വാക്ക് അത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ്. ഈ പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിലും പരോക്ഷമായി അവർ ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കയെ തന്നെയാണ്. ഇവിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. ഈ ഗൾഫ് രാജ്യങ്ങൾ അവിടെ അമേരിക്കയ്ക്ക് അവരുടെ സൈനിക താവളങ്ങൾക്ക് അനുമതി കൊടുത്തത് തങ്ങളുടെ രാജ്യത്തിനൊരു സുരക്ഷ എന്ന് കരുതിക്കൊണ്ടായിരുന്നു. പക്ഷെ ആ സുരക്ഷ ഇനിയിപ്പോൾ ഒന്നുമല്ലാതായിരിക്കുന്നു എന്ന് ആ രാജ്യങ്ങൾക്ക് മനസ്സിലായി. തുടക്കത്തിൽ ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെടുത്തു നിന്ന് പല കേന്ദ്രങ്ങളിലേക്ക്, എണ്ണ കേന്ദ്രങ്ങളിലേക്ക്, സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്ക്, ബാങ്കിങ് കേന്ദ്രങ്ങളിലേക്ക്, അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിലേക്ക് ഉൾപ്പെടെ ഗൾഫിൻ്റെ സാമ്പത്തിക നട്ടെല്ലുകൾ നോക്കി ആക്രമിക്കുമ്പോൾ ഒരക്ഷരം പ്രതികരിക്കാതെ നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് മാത്രമല്ല, തൻ്റെ സൈനികർക്ക് അവരോട് പറഞ്ഞിരിക്കുകയാണ് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറുക. അതായത് കൈവിട്ടു, ഗൾഫിനെ കൈവിട്ടു, അക്ഷരാർത്ഥത്തിൽ ഗൾഫിനെ കൈവിട്ടിരിക്കുകയാണ് അമേരിക്ക. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് മധ്യസ്ഥത വഹിക്കാൻ, മോദിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു മധ്യസ്ഥത വഹിക്കുക എന്നുള്ളത് കഴിയുന്ന കാര്യമല്ല. കാരണം നമുക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും നയതന്ത്ര ബന്ധമുള്ളത് കൊണ്ട് ഇറാനെ നമുക്ക് പിണക്കാൻ കഴിയില്ല. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് അറിയാം, ഇത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ഇറാന്റെ പക്ഷമാണെന്ന് പറയും. നമ്മൾ ആരുടെയും പക്ഷമല്ല. യുദ്ധം അവസാനിക്കണം, അമേരിക്കയും പിണക്കാൻ പറ്റില്ല. യുദ്ധം അവസാനിക്കണം. കാരണം ഈ ചബഹർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ചബഹർ തുറമുഖം നമുക്ക് തുറന്നു തന്നത് വലിയ നേട്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ടല്ലോ, ഇവിടങ്ങളിലേക്കൊക്കെ പോകാൻ യൂറോപ്പുമായിട്ടൊരു വഴി തുറന്നിടാൻ നമുക്കുള്ളൊരു പാതയാണത്. ചബഹർ തുറമുഖത്തിൽ നമുക്ക് വലിയ നേട്ടം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മുൻപ് നമുക്ക് എണ്ണ നമ്മൾ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. അപ്പോൾ അത് വലിയൊരു നേട്ടമായിരുന്നു. ഹോർമുസിൽ കൂടെ കൊണ്ടുവരുന്ന കപ്പൽ നമുക്ക് നമ്മുടെ കപ്പൽ കടന്നു വരുന്നുണ്ട്. നമ്മുടെ കപ്പൽ കടന്നു വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഇറാൻ എന്ന രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെയാണ്. തിരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇസ്രയേലിനെ പിണക്കാൻ കഴിയില്ല. കാരണം ഇസ്രയേൽ നമ്മുടെ സുരക്ഷയുടെ ഒരു ഭാഗമാണ്. കാരണം നമുക്ക് വേണ്ട ഈ പറയുന്ന മൊസാദിന്റെ പല കളികളും നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ളതാണ്, ഇന്ത്യയുമായിട്ടുള്ളതാണ്. പിന്നെ ഈ അമേരിക്കയുമായിട്ട് നമുക്ക് പിണക്കാൻ കഴിയില്ല. അമേരിക്ക ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ആയുധം, മറ്റ് പല കാര്യങ്ങളിൽ നമ്മൾ അവരുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെ ആരെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവരുടെ ഈ പറയുന്ന ഗൾഫിലേക്ക് വരികയാണെങ്കിലോ, ഇപ്പോൾ സൗദിയൊക്കെ അതിശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഇടപെടലാണ്. സൗദി അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ എത്രയോ ആൾക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഒരു ഉറവിടം അത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ നമുക്കുള്ള ഒരു ബന്ധം, ആ ഒരു നയതന്ത്ര ബന്ധം മികച്ചതായതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഇന്ത്യ ഇടപെടണമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ ഇറാന് കഴിയില്ല. കാരണം പറയുന്നത് ഇന്ത്യ ആയതുകൊണ്ട്. ഇസ്രയേലിന് മാറി നിൽക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്കും ഈ പറയുന്ന മുറുമുറുപ്പുണ്ടെങ്കിലും ഇന്ത്യ ഇടപെടണം എന്നുള്ള ഒരു ലെവലിലേക്ക് ട്രംപ് വരെ എത്തിയിരിക്കുകയാണ്.
കാരണം ഒരു സമാധാന ചർച്ച ആവശ്യമാണ്. അതിന് ഒരു വഴി ഒരുങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇടപെടുക തന്നെ വേണം. അതിൽ മറ്റു രാജ്യങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് നമുക്ക് കഴിയുന്നത് കൊണ്ടും നമ്മുടെ ഇടപെടൽ ഇപ്പോൾ ലോകം ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ചർച്ചയ്ക്ക് വഴി ഒരുങ്ങുമ്പോൾ, ഈ സമാധാന ചർച്ച ഒരു വെടിനിർത്തലിലേക്കോ അല്ലെങ്കിൽ ഒരു സമാധാനപരമായ ചർച്ചയിലേക്കോ എത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ലെവല് തന്നെ മാറിപ്പോകും. കാരണം ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. പക്ഷെ അപ്പോഴത്തേക്കും ട്രംപിന്റെ നില പരിതാപകരമാകും. കാരണം ഇന്ത്യക്ക് മുൻപിൽ ട്രംപിനും ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്നും അവസാനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മോദി പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് കൊണ്ട് ട്രംപ് നേട്ടം എടുത്തോളും. അത് എടുത്തോട്ടെ, നമുക്ക് നേട്ടമൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് യുദ്ധം അവസാനിക്കുക. കാരണം പ്രതിസന്ധി അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. LPG വില കൂടുകയാണ്, പെട്രോളിന്റെ വില കൂടുകയാണ്, സ്വർണ്ണം കുത്തനെ ഉയരുകയാണ്. നമ്മൾ ഈ പറയുന്ന ഈ യുദ്ധം അവസാനിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇസ്രയേൽ ഇറാനെ അടിച്ചങ്ങ് തീർത്ത് ഇല്ലാതാക്കി കളഞ്ഞോട്ടെ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഈ യുദ്ധം. അപ്പോഴത്തേക്ക് നമ്മുടെ LPG തീർന്നു, കടകൾ അടയ്ക്കപ്പെട്ടു. കടകൾ അടയ്ക്കപ്പെടുമ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്താണ്? സാധാരണക്കാരൻ്റെ ജോലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഹോട്ടലുകളിലൊക്കെ ജോലി എടുക്കുന്ന അവരുടെയൊക്കെ അവസ്ഥ ഇനി എന്താണെന്നുള്ളതാണ്. ഇനി തട്ടുകടകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാം അടച്ചുപൂട്ടി, ജോലി നഷ്ടപ്പെടുന്നു, നമുക്ക് സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇതാണ് ഈ യുദ്ധം കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ അവസ്ഥ ഇതുപോലെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളെല്ലാം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതിനിടയിൽ ഈ യുദ്ധം പോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വീണ്ടും നമ്മൾ പിന്നിലേക്ക് പോകുകയാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യം ഉയരുന്നത്. പക്ഷേ അത്ര എളുപ്പമല്ല ഇതിന് മധ്യസ്ഥത വഹിക്കുക, സമാധാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ അത് നടന്നേ പറ്റൂ. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ ലോകത്തിന്റെ തന്നെ ആവശ്യമായി മാറിയിരിക്കുന്നു. എന്തായാലും ഒരു സമാധാനത്തിന് വഴിയൊരുങ്ങട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.